ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുള്ള വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്ലീനിങ് മോട്ടിവേഷനാണ്. നമ്മൾ കുറേ നാളാവുന്നില്ല ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ക്ലീനിങ് വീഡിയോ തന്നെ ആവട്ടെ എന്ന്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ രാവിലത്തെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ മക്കളൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് കിച്ചൺ ക്ലീനിങ്ങിനായിട്ട് വരുന്നത്. മക്കളൊക്കെ പോയി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിരിക്കും. കാരണം ഞാൻ 4:30 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഈ 4:30 മണി തൊട്ട് 8 മണി വരെ ഒരു ഹറിബറി ടൈമാണ് കേട്ടോ. ആ സമയത്ത് നല്ല ബിസിയാണ്. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരിതിലാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ടാണ് കിച്ചണിൽ കയറുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കിച്ചണിൽ. ക്ലീനിങ്ങിൻ്റെ ഏറ്റവും എൻ്റെ ഒരു കുറേ ടൈം പോകുന്ന ഈ പാത്രം കഴുകാൻ തന്നെയാണ്. കൂടെ കഴുകി വെച്ചാൽ ഒരു വലിയ ജോലിയല്ല കേട്ടോ. എനിക്ക് ആ ഒരു ഹാബിറ്റ് എത്രയൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആ കൂടുതലങ്ങ് ചെയ്യുവേ. അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ അതൊരു മടിയാണ്. പിന്നെ ചെയ്യാലോ എന്നുള്ളതിൽ ഇങ്ങനെ നിരത്തി ഈ ഒരു വാഷ് ബേസിലിടുവാണ് എൻ്റെ പതിവ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇഡ്ഡലി തട്ട് കഴുകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനത് ഇങ്ങനെ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പ്ലേറ്റൊക്കെ കഴുകി ലാസ്റ്റ് അത് കഴുകി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എത്രയൊക്കെ കഴുകിയാലും നമുക്ക് ആ ഒരു വൃത്തിയെല്ലാം അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ കുതിർന്നിടുവാണെങ്കിൽ പെട്ടെന്നാവില്ല. അത് അതിൻ്റെ കൂടെ തന്നെ അത് കഴുകി വയ്ക്കുകയെന്ന് വെച്ചാൽ അത് നല്ലതുപോലെ വരത്തുമില്ല. അവിടെ അതിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു ഇഡ്ഡലി പാത്രം കഴുകുന്നത്. എനിക്ക് ഇഡ്ഡലി പാത്രം, കുക്കർ, ചോറ് വയ്ക്കുന്ന പാത്രം അങ്ങനെയുള്ളതൊക്കെ കഴുകാൻ ഭയങ്കര മടിയാണ്. കാരണം ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് അതൊക്കെ കഴുകുന്നത്. പിന്നെ ഈ ഓയിലായിട്ടുള്ള ഫിഷൊക്കെ പൊരിക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഫ്രൈ ചെയ്യുന്ന പാത്രം അങ്ങനെയുള്ളതൊക്കെ കഴുകുന്നത് ഭയങ്കര ഒരു മെനക്കെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് തുടങ്ങും കേട്ടോ. അത്യാവശ്യമാവുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് കിട്ടിരിക്കുക. അന്നേരം തന്നെ വീഴുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ടാവേ. എന്നാലും നമ്മൾ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ടവൽ വെച്ചിട്ട് തുടച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ നമ്മുടെ ലിക്വിഡും സ്പ്രേ ചെയ്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ തുടച്ചു കൊടുത്താൽ നല്ല തിളങ്ങും കേട്ടോ. നമ്മുടെ സ്റ്റീലിൻ്റെ അല്ലേ, നല്ലൊരു തിളക്കം. അതുപോലെ തന്നെ ആ ഒരു മണം, നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് കിച്ചൺ ഫുള്ളായിട്ട്. നമ്മുടെ ക്ലീനിങ് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് ഞാനത് മിസ് ചെയ്യാറേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാനത് ടൈലിലൊക്കെ കഴുകും, ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഫുള്ളായിട്ട് ആക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ചെയ്യാറില്ല. അത് വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഡെയിലി ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൽ സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കഴുകുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗവും ഞാനൊന്ന് ക്ലീൻ ചെയ്യും. അതും ഡെയിലി ചെയ്യും കേട്ടോ. കാരണം നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഈ വേസ്റ്റൊക്കെ ഉള്ളു, ഫുഡ് വേസ്റ്റൊക്കെ എൻ്റെ അടിഭാഗത്താവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതും ഡെയിലി ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ പാർട്സൊക്കെ ഞാൻ ഒന്ന് മാറ്റുവാണ്. എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ കഴുകും. അല്ലാതെ ഡെയിലി ഇത് കഴുകാറൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കത്തേ ഉള്ളൂ. ഞാനിത് ഡെയിലി കഴുകി തുരുമ്പെടുത്തിട്ട് ഞാൻ 2-3 പാർട്സ് ഇങ്ങനെ മാറി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അബദ്ധം എനിക്ക് പറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു പാർട്സ് അങ്ങനെ ഡെയിലി കഴുകാറില്ല. ഇന്നലെ നൈറ്റ് ഞാൻ കഴുകി ഉണങ്ങാനായിട്ട് വെച്ച ഗ്ലാസ്സുകളാണ് കേട്ടോ. ഞാൻ രാത്രി ഇവിടെ കഴുകി കമിഴ്ത്തി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ ഈ ഗ്ലാസ്സൊക്കെ വെക്കുന്ന ഒരു പാർട്ട് ഇവിടെയാണ് ഗ്ലാസ്. അതിൻ്റെ മുകളിലത്തെ തട്ടിലായിട്ട് അല്ലാതെ പാത്രങ്ങൾ, മിക്സിയുടെ ജാർ അതൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സുകൾ വെക്കുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻഡിലാണ്. അപ്പോൾ അവിടെ എല്ലായിടത്തും വെച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ ജിയോ മാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജിയോ മാർട്ടിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്ഥിര സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ അവിടെ 5 രൂപയ്ക്ക് 1 കിലോ സവാള കൊടുക്കുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഓർഡർ കൊടുക്കും. അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുവരണം. ഭയങ്കര ലാഭമായിട്ട് തോന്നി കേട്ടോ. നമ്മൾ കടയിൽ 40 അങ്ങനെ എന്തോ ആണ് സവാളയുടെ റേറ്റ്. അപ്പോൾ ഇവിടെ 5 രൂപയ്ക്ക് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള സവാള ആയതുകൊണ്ട് കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഞാൻ ഒരു മാഗിയും പിന്നെ പഞ്ചസാര ഇല്ലായിരുന്നു, പഞ്ചസാര, പിന്നെ വാഷിംഗ് പൗഡർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോ മാർട്ടുകാർക്ക് സ്ഥിരം ഒരു കസ്റ്റമറാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ. കാരണം നമ്മൾ ഈ സവാള ഒട്ടും മിസ് ചെയ്യാറില്ല. ഒരു ഓർഡറിൽ 1 കിലോയെ കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 4-5 കിലോ ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡെയിലി ഓർഡർ കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഒരു ഓർഡറിൽ 1 കിലോയെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നത്. ഭയങ്കര ലാഭമാണ്. നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഞാൻ ആദ്യമൊക്കെ വെച്ചു അത്ര നല്ല സാധനം ആയിരിക്കത്തില്ല എന്ന്. പക്ഷെ നല്ല സവാളയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഹെർബൽ വാഷിംഗ്
പൗഡർ പതഞ്ജലിയുടെ കൊള്ളാവോ എന്നറിയത്തില്ല, ഞാൻ വാങ്ങി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഭയങ്കര ലാഭമായിട്ട് തോന്നി, അതുകൊണ്ട് വാങ്ങി. അപ്പോൾ ഈ പൊട്ടറ്റോയൊക്കെ ഇന്നലെ വാങ്ങിയതാണ്, ഇന്നലെ ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ആ സ്ഥാനത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കലാപരിപാടികളിലേക്ക് വരാം. നമ്മുടെ ആ ഒരു ജനലിൻ്റെ അവിടെ ഒരു സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും ഞാൻ ഡെയിലി ഒക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാറുണ്ട്. ഈ സ്പൂൺ ഹോൾഡറൊന്നും പിന്നെ നമ്മൾ ഈ വെള്ളം തോരാനായിട്ട് വയ്ക്കുന്ന ഗ്ലാസ്സില്ലേ, ആ വെള്ളമൊക്കെ ഇവിടെയാണ് വീഴുന്നത്. ഒരു ദിവസം അവിടെ തുടച്ചില്ലെങ്കിൽ പിറ്റേന്ന് അവിടെ ഫുള്ളായിട്ടും ഒരു എന്താ പറയുന്നത്, ഒരു കുഞ്ഞു കുഞ്ഞു ഈച്ചകളില്ലേ, അതിൻ്റെ ശല്യം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് സ്ഥിരം അവിടെ ഒന്ന് തുടയ്ക്കാറുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു മണി പ്ലാന്റ് വെള്ളത്തിട്ട് വെച്ചിട്ട് കുറേ നാളാവുന്നു. എൻ്റെ ഒരു എയിം അത് ഈ ഒരു ജനലിലേക്ക് ഇങ്ങനെ പടർത്തി വിടുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ അതങ്ങോട്ട് പടരുന്നില്ല, അതിങ്ങനെ കുറച്ച് ബുഷി ആവുന്നുണ്ട് എന്നല്ലാതെ അങ്ങനെ നീളം വെക്കുന്നില്ല. ഞാൻ തറയിലൊക്കെ വെക്കുന്നതാണെങ്കിൽ ഇപ്പോൾ നല്ല നീളം വെച്ച് പോയേനെ, പക്ഷേ ഇതാ വെള്ളത്തിലിട്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് അറിയാൻ വയ്യ, അങ്ങനെ അങ്ങോട്ട് ഒരു വളർന്ന് വരുന്നില്ല. ഒരു പുഷ്ടിയൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ഹെൽത്തി ആയിട്ടാണ് ആ പ്ലാന്റ് നിൽക്കുന്നത്, പക്ഷേ അത് നല്ല രീതിയിൽ അങ്ങോട്ട് വളർന്ന് ആ ജനലിലോട്ട് കയറുന്നില്ല. എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കിച്ചൺ സിങ്കും കൂടെ ക്ലീൻ ചെയ്താൽ നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആവും. ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ എക്സോടെ സോപ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് ഇട്ടൊന്ന് ഇതാക്കുക. നമ്മൾ എന്നും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ കിച്ചൺ സിങ്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നത് കാണാൻ. അത് കുറേ നേരമൊന്നും കാണത്തില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഇങ്ങനെ ആയിക്കോളും. അപ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പൈപ്പും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതും ഒരു നല്ല കളറായിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു മങ്ങലായിരിക്കും, നമ്മുടെ സ്റ്റീലല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറൊക്കെ അഴുക്കൊക്കെ അടിഞ്ഞിട്ട് ആ ഒരു കളറിനൊരു മങ്ങലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കഴുകുന്ന കൂട്ടത്തിൽ അവിടെയും കൂടെ ഒന്ന് കഴുകി പോവുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ പൈപ്പും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എന്നും ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചൺ ടവലൊക്കെ ഉണ്ടല്ലോ, അതും ജസ്റ്റ് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തിളപ്പിക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് അഴുക്കൊന്നും ആവാതെ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മാറ്റുക ഈ കിച്ചൺ ടവൽ. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കിച്ചൺ ടവൽ നല്ല നമുക്ക് നീറ്റായിട്ടൊരു സ്മെല്ലില്ലാതെ വെക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി കിച്ചൺ ക്ലീനിങ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കിച്ചണെല്ലാം അടിപൊളിയായിട്ട് കിടക്കും. പിന്നെ നമുക്ക് കിച്ചണിലോട്ട് കയറി വന്നാൽ അടിപൊളിയായിരിക്കുമല്ലോ, പിന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ആയിട്ടിരിക്കുക. അതുവരെയും ബൈ ബൈ.